ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 8 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഈശോ സുവിശേഷത്തിലൂടെ ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ സാമീപ്യം മനസ്സിലാക്കിയിട്ട് ദൈവകൃപ തന്നെയും തൻ്റെ കുടുംബത്തെയും തഴുകി കടന്നു പോകുമ്പോഴും അനുദപിക്കാത്ത വ്യക്തികളെക്കുറിച്ചാണ്, ദൈവവചനത്തിലേക്ക് തിരിയാത്ത വ്യക്തികളെക്കുറിച്ചാണ്. നമുക്കിന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. ഈശോയെ അറിഞ്ഞിട്ട് ഈശോയുടെ കൃപ ജീവിതത്തിൽ സ്വീകരിച്ചിട്ട് ആ വിധത്തിൽ ജീവിക്കാത്ത ആളുകൾ, പ്രാർത്ഥനയിലേക്ക് ജീവിതത്തെ കൊണ്ടുവരാത്ത ആളുകൾ, ഈശോയുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ, കൂദാശയെയും കൗദാശിക ജീവിതത്തെയും തള്ളിപ്പറഞ്ഞും വേണ്ടായെന്ന് വെച്ചും ഉപേക്ഷിച്ചും ജീവിക്കുന്ന വ്യക്തികൾ, ഇവരെയൊക്കെ നമുക്കിന്ന് പ്രാർത്ഥനയിൽ ഓർക്കണം. കാരണം കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം, നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും സംഭവിച്ചിരുന്നുവെങ്കിൽ അവ പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നുവെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കടന്നു വരാം. എൻ്റെ ജീവിതത്തിൽ ദൈവകൃപയുടെ വലിയ നിക്ഷേപങ്ങൾ അവിടുന്ന് നടത്തിയിട്ടുണ്ട്. ഒത്തിരിയേറെ കൃപയാൽ ഞാൻ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുമ്പിൽ എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഞാൻ തെറ്റിലേക്കും തിന്മയിലേക്കും നടന്നെടുക്കുമ്പോൾ ഈ ദൈവകൃപയെയാണ് ഞാൻ തള്ളിപ്പറയുന്നതും വേണ്ടായെന്ന് വയ്ക്കുന്നതും. അതുകൊണ്ട് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഇന്നത്തെ ദിവസം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദൈവവചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ചിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയും എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയും ഞാൻ തെറ്റിനെ ആശ്ലേഷിച്ചിട്ടുള്ള നിമിഷങ്ങളെയും മുഹൂർത്തങ്ങളെയും ഓർത്ത് പശ്ചാത്തപിക്കുകയാണ്. ഈശോയെ, തിരുത്തുവാനും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇനി വീഴാതിരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, എൻ്റെ നാട്ടിൽ അങ്ങയുടെ കൃപ സ്വീകരിച്ചിട്ട് അങ്ങയുടെ വലിയ കൃപയുടെ മഹാത്മ്യം വെളിവാക്കപ്പെട്ടിട്ട് അത് മനസ്സിലാക്കാതെ അങ്ങയിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പ്രാർത്ഥനയിൽ നിന്ന്, കൂദാശ ജീവിതത്തിൽ നിന്ന്, നന്മ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരെയും ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയാണ്. ഈശോയെ, അവരും അങ്ങയുടെ കൃപയുടെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് നന്മയിലേക്ക്, അങ്ങയിലേക്ക് അടുക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഈശോ ചൊരിയുന്ന വൻ കൃപയെ നമുക്ക് ഓർക്കാം. ആ കൃപയിൽ നിന്ന് ഞാൻ അകന്നുപോയ നിമിഷങ്ങൾ, ആ കൃപയ്ക്ക് യോജിച്ച വിധത്തിൽ ഞാൻ പെരുമാറാതിരുന്ന മുഹൂർത്തങ്ങൾ, എൻ്റെ നാട്ടിൽ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അനുഗ്രഹത്തിന് അനുയോജ്യമായ ജീവിതം നയിക്കാത്ത വ്യക്തികൾ, ഈശോയെ അറിഞ്ഞിട്ട് ഈശോയിൽ നിന്ന് നടന്ന് അകന്നു പോകുന്നവർ, മറ്റുള്ളവരെ അകന്നു പോകുവാൻ പ്രലോഭിപ്പിക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഇന്ന് കുരിശ് വരയ്ക്കുമ്പോൾ ഒരു ജപമാല അവർക്ക് വേണ്ടി ചൊല്ലുവാൻ, ഒരു രഹസ്യം അവർക്ക് വേണ്ടി ചൊല്ലുവാൻ, 10 നന്മ നിറഞ്ഞ മറിയമേ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ചൊല്ലുവാൻ നമുക്കിന്ന് പരിശ്രമിക്കാം. അങ്ങനെ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഒരു ഉപകരണമായിട്ട് ദൈവമേ എന്നെ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവകൃപയുടെ നിറവ് ആസ്വദിക്കുവാൻ അമ്മയേക്കാൾ യോഗ്യയായ മറ്റൊരാളില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതനുസരിച്ച് ജീവിച്ചവളാണ് അങ്ങ്. ആ അമ്മയുടെ മാതൃകയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ മാസത്തിൽ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയവർ, തെറ്റിൻ്റെ സാഹചര്യങ്ങളിൽ മരണപ്പെടുവാനിടയായിട്ടുള്ളവർ നമ്മുടെ പരിചയത്തിലോ കുടുംബത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരെയും അവരുടെ തെറ്റുകളും പാപങ്ങളും കുറവുകളും ബലഹീനതകളും പുറത്ത് സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് അവരെ സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസം നമുക്ക് ചെലവഴിക്കാം.
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഇന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ പ്രാർത്ഥനകളിലും ഈ ഒരു നിയോഗം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഒരു ചെറിയ സുഹൃത ജപം നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ കൃപയോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ കൃപയോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ കൃപയോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.